സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഷഹനാദ് ആണ്. എന്തെല്ലാണ് എല്ലാവർക്കും സുഖല്ലേ ചങ്ങാതിമാരെ? നമ്മൾ ഇന്ന് പഠിക്കുന്നത് SCERT പുതിയ പാഠഭാഗം 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 10ാമത്തെ ചാപ്റ്റർ ബജറ്റ് വികസനത്തിന്റെ നേർരേഖ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കൂ, ഈ ചാപ്റ്ററിനകത്ത് അഡീഷണലി ഞാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ട് കൂട്ടുകാർ ഇതാ ക്ലാസ് മുഴുവൻ കാണാൻ ശ്രമിക്കണം. GSTയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരിട്ട് പഠിച്ചാലോ? ഉറപ്പായിട്ട് നിങ്ങൾക്ക് 10th പ്ലസ് 2 ഡിഗ്രി ലെവൽ എല്ലാ പരീക്ഷകൾക്കും വേണ്ട ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നമുക്ക് ഈ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് വരുന്നത് പൊതു ചെലവുകളെ കുറിച്ചാണ്. പൊതു ചെലവുകൾ എന്ന് പറയുന്ന സമയത്ത് അവയെ നമുക്ക് രണ്ടായി തിരിക്കാം. നമുക്ക് ഗവൺമെന്റ് അല്ലെങ്കിൽ പൊതുവായുള്ള ചെലവുകളെ കുറിച്ചാണ് പറയുന്നത്. നോക്കൂ, വികസന ചെലവുകൾ, അതുപോലെ തന്നെ വികസനേതര ചെലവുകൾ. വികസന ചെലവുകളും വികസനേതര ചെലവുകളും, ആ പേര് ആ ടേം കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം വികസനവുമായി ബന്ധപ്പെട്ടാണല്ലോ. ഇപ്പൊ വികസന ചെലവുകൾ. മറ്റൊന്ന് വികസനേതരം, വികസനമല്ലാത്ത കാര്യങ്ങൾ. നോക്കൂ, എന്താണ് പറയുന്ന കൺസെപ്റ്റ്? രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ വികസനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചെലവുകളെ വികസന ചെലവുകൾ എന്ന് വിളിക്കുന്നു. ഒന്ന് വായിച്ചു നോക്കുക, കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. അത് മതി നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ കേട്ടോ. രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ വികസനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചെലവുകളെ വികസന ചെലവുകൾ. നമ്മുടെ നാടിന്റെ സാമൂഹികപരമായുള്ള വികസനം, അതിന് എന്തൊക്കെ പൈസ അല്ലെങ്കിൽ എന്തൊക്കെ ചെലവാകുന്നു, അതാണ് വികസന ചെലവുകൾ. ഇവ രാജ്യത്തിന്റെ ഉൽപാദനത്തെയും യഥാർത്ഥ സമ്പദ് വ്യവസ്ഥയെയും ഉത്തേജിപ്പിച്ച് സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുന്നതിനാൽ ഇവ ഉൽപാദന ചെലവുകൾ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഞാൻ നോട്ട് ചെയ്ത റൗണ്ട് ചെയ്ത് വെക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കണം. സ്റ്റാർ ഇട്ട് വെക്കാം. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. വികസന ചെലവുകളെ ഉൽപാദന ചെലവുകൾ എന്നും അറിയപ്പെടുന്നുണ്ട്. ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു പക്ഷേ പരീക്ഷ ആളെന്ന് ഇത് ബൈഹാർട്ട് പഠിച്ചു പോയിട്ടോ അല്ലെങ്കിൽ മനസ്സിലാവാത്ത ആളുകളാണെങ്കിൽ ഒരു പക്ഷേ കിട്ടില്ല. നോട്ട് ചെയ്ത് വെക്കണം. നമ്മുടെ രാജ്യത്തിന്റെ പൊതു ചെലവുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അവിടെ വികസന ചെലവുകൾ എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായി വികസനവുമായി ബന്ധപ്പെട്ട് നേരിട്ടുള്ള ചെലവുകളെ വികസന ചെലവ് എന്ന് വിളിക്കും. ഇവയുടെ പ്രത്യേകത എന്താണ്? ഇവ രാജ്യത്തിന്റെ ഉൽപാദനത്തെയും യഥാർത്ഥ സമ്പദ് വ്യവസ്ഥയും ഉത്തേജിപ്പിക്കും. അല്ലെ, ഒരു ഉൽപാദനത്തേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു റോഡ്, ഒരു പാലം, ഇതൊക്കെ വരുന്ന സമയത്ത് അത് ആ രാജ്യത്തിന്റെ ഉൽപാദനത്തെ കാര്യമായിട്ട് എഫക്ട് ചെയ്യില്ലടാ, ഉത്തേജിപ്പിക്കില്ല, തീർച്ചയായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവയെ ഉൽപാദന ചെലവുകൾ എന്നും അറിയപ്പെടുന്നത്. നോക്കൂ, എക്സാമ്പിൾ: റോഡ്, പാലം, തുറമുഖം എന്നിവ നിർമ്മിക്കുക, പുതിയ സംരംഭങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരംഭിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കുള്ള സർക്കാർ ചെലവുകളാണ് വികസന ചെലവുകൾ. അപ്പൊ ഒരു നാടിന്റെ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അവിടെ റോഡ് ഉണ്ടാക്കുന്നു, പാലം ഉണ്ടാക്കുന്നു, തുറമുഖം ഉണ്ടാക്കുന്നു, പുതിയ പുതിയ സ്കൂളുകളും പുതിയ പുതിയ വ്യവസായശാലകളൊക്കെ ആരംഭിക്കുന്നു. ഇതൊക്കെ ആ നാടിനകത്ത് ഉൽപാദന ചെലവുകൾ എന്ന രൂപത്തിൽ കൂടി വരികയാണ്. കാരണം എന്താണ്? അത് ഈ പറയുന്ന സമ്പദ് വ്യവസ്ഥയെ, ഉൽപാദനത്തെയൊക്കെ തീർച്ചയായിട്ടും ഉത്തേജിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉൽപാദന ചെലവുകൾ എന്ന് കണക്കാക്കാം, അല്ലെങ്കിൽ വികസന ചെലവുകൾ എന്നും പറയാം. കൃത്യമായിട്ട് ആ കൺസെപ്റ്റ് മനസ്സിലാക്കുക. വളരെ സിമ്പിൾ കാര്യമാണ്. പേരൊക്കെ കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മുടെ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രധാനമായിട്ട് എക്സാമ്പിളിലൂടെ ഇത് മനസ്സിലാക്കാം. നമുക്ക് ഈ ഒരു വാരി വലിച്ച് പഠിക്കാതെ എക്സാമ്പിൾ എടുക്കാം. തുറമുഖം. ഒരു സർക്കാരിന്റെ തുറമുഖം എന്ന് പറയുന്നത് എന്ത് ചെലവാണ്? വികസന ചെലവാണോ വികസനേതരമാണോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അത് വികസന ചെലവാണ്. ഇനി നമ്മുടെ രാജ്യത്ത് പെൻഷൻ കൊടുക്കാറുണ്ട് സർക്കാരുകൾ. അവിടെ നിങ്ങൾക്ക് ഈ കാണുന്ന രൂപത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ വികസനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ടോ പെൻഷൻ? ഓരോ വ്യക്തികൾക്ക് പെൻഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഡെവലപ്മെന്റ് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു സർക്കാർ ഇതാ ജനങ്ങൾക്ക് പെൻഷൻ കൊടുത്ത വികസന നായകൻ എന്ന് നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഇങ്ങനെ പറയാറുണ്ട്, നമ്മുടെ നാട്ടിൽ ഇതാ 5 പ്രധാനപ്പെട്ട പാലങ്ങൾ കൊണ്ടുവന്ന, സ്കൂളുകൾ പുതുതായിട്ട് നിർമ്മിച്ച വികസന നായകൻ ഇതാ കടന്നു വരുന്നു എന്നൊക്കെ പറയാറില്ലേ? അപ്പൊ വികസന ചെലവ് എന്ന് പറയുന്നത് നമ്മൾ കൺസെപ്റ്റ് ഇങ്ങനെ വരണം. അപ്പൊ നോക്കൂ, പലിശ, സർക്കാരുകൾ പലിശ ഒരു പ്രധാനപ്പെട്ട ചെലവാണ് സർക്കാരിന്റെ. അപ്പൊ അതുപോലെ തന്നെ മഹാമാരി വരുന്ന സമയത്ത് പല പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടി വരും. ഇപ്പൊ ശുചീകരണ പ്രവർത്തനങ്ങൾ, മറ്റുള്ള ആരോഗ്യപരമായ കാര്യങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ നമുക്ക് പലതും അവിടെ ചെയ്യേണ്ടി വരും. അവിടെ ആ പ്രകൃതി ദുരന്തം വരുമ്പോൾ അതിനെ തടുക്കാനല്ല, ആ സിറ്റുവേഷനെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി സർക്കാർ പലതും ചെലവാക്കും. അതൊരിക്കലും ഡെവലപ്മെന്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. പിന്നീട് അവിടെ ഉണ്ടാകുന്ന ടൗൺഷിപ്പ് അല്ലോട്ടോ ഉദ്ദേശിച്ചത്,
ഒരു പക്ഷേ ഒരു ടൗൺഷിപ്പ് പിന്നീട് ഇപ്പോൾ നമ്മുടെ മുണ്ടക്കൈ ചൂരൽമല അതല്ല ഉദ്ദേശിച്ചത്. ആ ഒരു പ്രകൃതി ദുരന്തം നടക്കുന്ന സമയത്ത് നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഒരുപാട് ചെലവുണ്ട്. അത്തരത്തിൽ രാജ്യ താല്പര്യത്തിനും പൊതുസേവനങ്ങൾക്കുമായി സർക്കാർ നിരന്തരം വഹിക്കുന്ന ചെലവുകളാണ് വികസനേതര ചെലവുകൾ. ആ ടേം കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ വികസനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചെലവുകളെ വികസന ചെലവുകൾ. രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായി വികസനവുമായി ബന്ധപ്പെട്ട് നേരിട്ടുള്ളത് വികസന ചെലവുകൾ. എന്നാൽ രാജ്യ താല്പര്യത്തിനും പൊതുസേവനങ്ങൾക്കും, രാജ്യ താല്പര്യമാണല്ലോ നമ്മൾ ഈ പറയുന്ന മഹാമാരി വരുന്ന സമയത്ത് നമ്മുടെ നാടിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ ഒരു താല്പര്യമാണ്. പൊതുസേവനം ചെയ്യുക, സർക്കാർ നിരന്തരം അതിനുവേണ്ടി ചെലവാക്കുന്നതാണ് വികസനേതര ചെലവുകൾ. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നമുക്ക് പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞല്ലോ എക്സാമ്പിൾ ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇതാണ് PSC പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിക്കുക. അപ്പൊ വികസന ചെലവുകൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് പട്ടിക SCERT കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ബോക്സ് ഫില്ല് ചെയ്യാൻ പറഞ്ഞു. ഞാനത് ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ പഴയ SCERT പാഠഭാഗത്തും ഇതുപോലെ പല ബോക്സുകളും PSC പരീക്ഷയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ പെയ്ഡ് ബാച്ചിൽ ഇത് അവർക്ക് എഴുതി കൊടുത്ത സമയത്തുള്ള അതുപോലെ നിങ്ങൾക്ക് തരികയാണ്. വികസന ചെലവുകൾ എന്ന് പറയുമ്പോൾ നോക്കൂ, ഊർജ്ജോൽപാദനം വികസന ചെലവിൽപ്പെട്ടതല്ലേ. റോഡ് നിർമ്മിക്കുക, നമ്മളിപ്പോ പറഞ്ഞു റോഡ്, പാലം എല്ലാം വികസനമാണ്. വിദ്യാലയം നിർമ്മിക്കുക, വ്യവസായശാലകൾ, ഇതൊക്കെ വികസനവുമായി ബന്ധപ്പെട്ട ചെലവുകളാണ്. എന്നാൽ ഒരു സർക്കാർ പലിശ കൊടുക്കുക, മഹാമാരി, ക്ഷേമ പെൻഷൻ, സർക്കാരിന്റെ കടബാധ്യത, ഇതൊക്കെ ചെലവാക്കുന്നതാണ്. ഇതിനൊക്കെ വേണ്ടിയിട്ട് സബ്സിഡികൾക്ക് വേണ്ടി ചെലവാക്കാറുണ്ട്. യുദ്ധം നടക്കുന്നു, യുദ്ധം ഒരു വികസനമായിട്ട് നമ്മൾ കണക്കാക്കാറുണ്ടോ? ഇല്ല. പ്രതിരോധ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ചെലവാക്കുന്നത് ഒരു വികസനമാണോ? അല്ല. പൊതുഭരണം, സർക്കാരിന്റെ ഭരണം, അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരുപാട് പൈസ ചെലവുണ്ട്. അവിടെ നമുക്കൊരു വികസനത്തിന്റെ ചെലവായിട്ട് കണക്കാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത്തരത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന് യുദ്ധം, പ്രതിരോധം, പൊതുഭരണം, ഇതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ കടബാധ്യത, അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ, അല്ലെ, മഹാമാരി, അതുപോലെ തന്നെ പലിശ, സബ്സിഡികൾ, ഇതെല്ലാം എന്താണ്? വികസനേതര ചെലവുകളാണ്. നമുക്ക് സർക്കാരിന്റെ ചെലവുകളെ പൊതു ചെലവ് എന്നറിയപ്പെടുന്നു എന്ന് ഞാനിപ്പോ പഠിച്ച കാര്യങ്ങൾ ഒന്ന് മാറ്റി എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനോഹരമായ PDF ഒക്കെ ലഭിക്കാൻ നമ്മുടെ ടെലഗ്രാം ചാനല് നിങ്ങൾ ഫോളോ ചെയ്യുക. കമന്റിൽ ഉണ്ടാവും, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്യുക. അവിടെ വികസന ചെലവുകളും ഞാനിത് മാറ്റി എഴുതി. റോഡ്, പാലം, തുറമുഖം, വികസനേതര ചെലവുകൾ, പെൻഷൻ, യുദ്ധം, പലിശ. ഓക്കെ ആണല്ലോ? അപ്പൊ നിങ്ങളത് വായിച്ചു നോക്കുക. ഇനി നമുക്ക് ചെലവിനെ കുറിച്ച് പറയുമ്പോൾ പിന്നെ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത് പൊതുവരുമാനത്തെ കുറിച്ചാണ്. ഞാനൊന്ന് വായിക്കാം, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പോയിന്റുകൾ മാറ്റി ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആദ്യം ഞാനൊന്ന് പോയിന്റുകൾ ഒന്ന് വായിച്ചു നോക്കാം. SCERT ഉള്ളത് വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന്, വികസനക്ഷേമം രണ്ടുമാണല്ലോ, സർക്കാരിന് ധാരാളം പണം ആവശ്യമായിട്ട് വരുന്നു. ഇത്തരം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിവിധ സ്രോതസ്സുകളിൽ നിന്ന് സർക്കാർ സമാഹരിക്കുന്ന ധനമാണ് പൊതുവരുമാനം. ഇത് സർക്കാർ ബജറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമുക്കറിയാം സർക്കാരുകൾക്ക് ബജറ്റ് ഉണ്ട്, അല്ലെ? അപ്പൊ അത് ബജറ്റിലേക്ക് പൈസ വേണമല്ലോ. അപ്പൊ ഈ പൊതുവരുമാനമാണ് നമ്മുടെ ബജറ്റിന് പ്രധാനപ്പെട്ടത്. സർക്കാരിന്റെ വരുമാന മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കൂ എന്നാണ് കുഞ്ഞുങ്ങളോട് പറയുന്നത്. നമുക്കറിയാലോ ഒരുപാട് വരുമാനങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും നികുതിയാണ് സർക്കാരിന്റെ വരുമാനം. അപ്പൊ നമ്മുടെ സർക്കാരിന്റെ ചെലവുകളെ നമ്മൾ വികസന ചെലവുകൾ എന്നും വികസനേതര ചെലവുകൾ എന്നും ആക്കുന്നു. ഇനി സർക്കാരിന്റെ വരുമാനത്തെ കുറിച്ചാണ്. ചെലവാക്കണമെങ്കിൽ പൈസ വേണമല്ലോ, വരുമാനം. അപ്പൊ നമുക്ക് പൊതുവരുമാനത്തെ രണ്ട് സ്രോതസ്സുകളിൽ നിന്നാണ് പ്രധാനമായിട്ടും കണ്ടെത്തുന്നത്. ഒന്ന് നികുതിയും മറ്റൊന്ന് നികുതിയേതര വരുമാനവും. നികുതി പലതരത്തിലുള്ള നികുതികളുണ്ട്, നമുക്ക് പഠിക്കാം. അപ്പൊ നികുതിയിൽ നിന്ന് വരുമാനം പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന് നികുതിയേതര വരുമാനമാണ്. പഠിച്ചല്ലോ എല്ലാവരും. CERT-ലേക്കാട്ടും വിശദമായിട്ട് ഞാൻ മാറ്റി എഴുതി കേട്ടോ. ഇപ്പൊ ആദായ നികുതി, നമ്മൾ ഇൻകം ടാക്സ് കൊടുക്കാറുണ്ട്, ടാക്സ്, കോർപ്പറേറ്റുകൾ നികുതി കൊടുക്കാറുണ്ട്, GST, അല്ല, ഇതൊക്കെ നികുതിയാണ്. അപ്പൊ നികുതി എന്ന് പറയുമ്പോൾ ഒരു വരുമാനമാണ്. ഇനി നികുതി അല്ലാത്ത വരുമാനമോ? ഇപ്പൊ നമ്മൾ ഒരു സർക്കാർ ഓഫീസ് ഇപ്പൊ എന്തൊരു കാര്യം ഫീസ്, അവിടെ നികുതി അല്ല കൊടുക്കുന്നത്, ഫീസ് കൊടുക്കാറുണ്ട്. നിങ്ങളിപ്പോ പരീക്ഷ എഴുതുമ്പോൾ ഫീസ് കൊടുക്കാറില്ലേ? അതുപോലെ തന്നെ സർക്കാർ പല ബിസിനസ് ചെയ്യാറുണ്ട്. സർക്കാർ തന്നെ, സർക്കാരിന്റെ കീഴിൽ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ അല്ലേ. അതുപോലെ തന്നെ ഇപ്പൊ റെയിൽവേ ഒക്കെ ഇപ്പം സ്വകാര്യവൽക്കരിക്കുന്നു. എന്നിരുന്നാലും മുമ്പ് എയർ ഇന്ത്യ ഒക്കെ, അങ്ങനെ പല സ്ഥാപനങ്ങൾ കേന്ദ്ര സർക്കാരിനും സ്റ്റേറ്റ് സർക്കാരിനാണെങ്കിൽ അവർ എന്ത് ചെയ്യാറുണ്ട്? പല രൂപത്തിലുള്ള സംരംഭങ്ങൾ, വ്യവസായശാലകളുണ്ട്. അവിടെ നിന്നൊക്കെ വരുമാനം കിട്ടാറില്ലേ? അതുപോലെ തന്നെ ഫൈനുകൾ, നിങ്ങൾക്കറിയാം MVD, പോലീസൊക്കെ നിങ്ങളോട് പല രൂപത്തിലുള്ള ഫൈൻ വാങ്ങാറുണ്ട്. ഇതൊക്കെ സർക്കാരിലേക്ക് പോവല്ലേ? സർക്കാർ നൽകുന്ന വായ്പകൾക്ക് പലിശ കിട്ടാറുണ്ട്. സർക്കാർ പലപ്പോഴും വായ്പ കൊടുക്കുന്നത് എന്തിനാണ്? പലിശയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ അത്തരത്തില് വരുമാനങ്ങൾ പലത് ഉണ്ട്. അതിനെ നമ്മൾ നികുതിയേതര വരുമാനമായിട്ട് കണക്കാക്കുന്നൊന്ന് വായിച്ചു നോക്കണേ. നമുക്ക് പറയുന്ന SCERT-ലെ കാര്യങ്ങൾ ഇതാ രസകരമായിട്ടൊരു പിക്ചർ ഇതാ. പൊതുവരുമാനത്തെ നികുതി വരുമാനം എന്നും നികുതിയേതര വരുമാനം എന്നും പറയുന്നു. നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനത്തെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. കൃത്യമായിട്ട് പഠിക്കണം. ഒന്ന് പ്രത്യക്ഷ നികുതിയും മറ്റൊന്ന് പരോക്ഷ നികുതിയും. PSC പരീക്ഷകളിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബോക്സ് ആണ് ഈ രണ്ടെണ്ണം. ഞാനിത് ഒരു 3 സ്റ്റാർ ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങളത് പഠിച്ചു വെക്കുക.
നമുക്ക് നികുതി വരുമാനത്തെ രണ്ടായിട്ട് തിരിക്കാം. പ്രത്യക്ഷം, നിങ്ങളും ഞാനൊക്കെ നികുതി കൊടുക്കുന്നവരാണ് അല്ലെ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ നേരിട്ട് കൊടുക്കുന്ന നികുതി, ഒരു ഉദാഹരണം പറയാം, ഇൻകം ടാക്സ്. നിങ്ങൾക്ക് 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപയൊക്കെ സാലറി ഉള്ളവരൊക്കെ ഉണ്ടാവില്ല നമ്മുടെ നാട്ടിൽ. ഒരു 5 ലക്ഷം രൂപ മാസം സാലറി കിട്ടുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? സർക്കാരിലേക്ക് ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പൊ അത് നേരിട്ട് ഇത്ര പൈസ കിട്ടുകയാണെങ്കിൽ അതിന് ഇത്ര ശതമാനം വെച്ച് നമ്മൾ ഇത്ര പൈസ നേരിട്ട് കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ വരുമാനത്തിന്റെ ഇത്ര ശതമാനം നമ്മൾ കൊടുക്കുകയാണ്. അതിനാണ് പറയാ ആദായ നികുതി അഥവാ ഇൻകം ടാക്സ്. നമുക്ക് കിട്ടുന്ന ആദായം ആലോചിക്കുക. നിങ്ങൾ പറയാറില്ലേ പറമ്പിലെ തേങ്ങ ആദായം എടുക്കാൻ പോയി എന്നൊക്കെ പറയാറില്ലേ? ഇപ്പം പറമ്പിൽ ആദായം കുറവാണ്, തേങ്ങയും ഈ അടയ്ക്കൊക്കെ കിട്ടാറില്ല, ആദായം എന്നൊക്കെ പറയാറില്ലേ, നമുക്ക് ആദായം കിട്ടാറില്ല. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് പലർക്കും അറിയില്ല. വ്യക്തിഗത ആദായ നികുതി എന്നൊക്കെ പറഞ്ഞ് നമ്മള് ഇൻകം ടാക്സ് റെയ്ഡ് എന്നൊക്കെ കേൾക്കാറുണ്ട്. അപ്പൊ നമ്മുടെ ഇൻകം, വരുമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നികുതിയെ നമ്മൾ ഇത്തരത്തിൽ ആദായ നികുതി എന്ന് വിളിക്കാറുണ്ട്. ഇതിന്റെ പേര് മലയാളത്തിൽ വരുമ്പോൾ പലർക്കും അറിയില്ല. ഇൻകം ടാക്സ് പറഞ്ഞാൽ ഓക്കെ. അപ്പൊ ആലോചിച്ച് നോക്കുക, നിങ്ങൾ വ്യക്തിപരമായി നമ്മൾ കൊടുക്കുന്ന ആ ഒരു നികുതിയാണ് ആദായ നികുതി വിളിക്കുക, നമ്മൾ ഇൻകം ടാക്സ് വിളിക്കുക അല്ലെ. ഇത് കേന്ദ്ര സർക്കാരാണ് വാങ്ങുക, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അത്തരത്തിലുള്ള നികുതി, പ്രധാനപ്പെട്ട ഒരു നികുതികൾ പ്രത്യക്ഷ നികുതിയാണ്. എന്നാൽ നിങ്ങൾ കടയിൽ പോയിട്ട് ഒരു പേസ്റ്റ് വാങ്ങുന്നു, എന്തിനൊരു പെന്ന് വാങ്ങുന്നു, ഇതങ്ങനെ എന്ത് സാധനം നമ്മൾ കടയിൽ പോയി വാങ്ങിയാലും നമ്മൾ നോക്കൂ, ഈ ഒരു പ്രോഡക്റ്റ്, ഇപ്പൊ നിങ്ങൾ ചെറിയൊരു സാധനം എടുക്കുക, ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പൊ 100 രൂപയുടെ സാധനമാണെങ്കിൽ ഒരു പക്ഷേ 10-12 രൂപ ആ പ്രോഡക്റ്റിന്റെ ടാക്സ് ആയിട്ടായിരിക്കും നമ്മളിൽ നിന്ന് അത് വാങ്ങുക. പക്ഷെ നമ്മൾ അറിയുന്നില്ല, നമ്മൾ 100 രൂപ കൊടുത്താൽ മതി അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള നികുതികൾ, നിങ്ങൾ ഒരു ഉദാഹരണം പറയാം, വിനോദ നികുതി. നിങ്ങൾ തിയേറ്ററിൽ പോയി, അത് കുറച്ചുകൂടി നിങ്ങൾക്ക് പെട്ടെന്ന് കത്തും. തിയേറ്ററിൽ പോയി 150 രൂപ കൊടുത്തൊരു ടിക്കറ്റ് എടുക്കുന്നു. യഥാർത്ഥത്തിൽ ആ ഒരു ടിക്കറ്റ് ആ തിയേറ്റർ ഉടമ 130 രൂപയാണെങ്കിൽ അവിടെ, അല്ലെങ്കിൽ 135 രൂപയാണെങ്കിൽ 12-15 രൂപ ടാക്സ് ആയിരിക്കും. നമ്മളത് അറിയില്ല, നമ്മൾ ടാക്സ് വേറെ കൊടുക്കണം. നമ്മൾ 150 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്താൽ മതി. അപ്പൊ അവിടെ എന്തുണ്ട്, നമ്മൾ നികുതി കൊടുക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ അറിയുന്നില്ല. ഇല്ല, ഇൻകം ടാക്സ് നമ്മൾ നേരിട്ട് കൊടുക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള നികുതികൾ നമുക്ക് പ്രത്യക്ഷമെന്നും പരോക്ഷമെന്നും തിരിക്കാം. ഒരാളുടെ മേൽ ചുമത്തപ്പെടുന്ന നികുതി ഭാഗികമായോ പൂർണ്ണമായോ മറ്റൊരാൾ നൽകേണ്ടി വരുന്നു. വിൽപ്പന നികുതി, വിനോദ നികുതി എന്നിവയ്ക്ക് ഉദാഹരണമാണെന്ന് പറയുന്നു പരോക്ഷത്തിൽ. പ്രത്യക്ഷമാണെങ്കിലോ, നികുതി ആരിലാണോ ചുമത്തിയിരിക്കുന്നത് ആ വ്യക്തി തന്നെ ഒടുക്കുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മുടെ ആദായ നികുതിയെ കുറിച്ച് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കെട്ടിട നികുതി ഇത്ര രൂപയാണ്, 118 രൂപ, 240 രൂപ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. അപ്പൊ അവരിങ്ങനെ കൊണ്ടൊരു സ്ലിപ്പിൽ ഇത്ര നികുതി ഉണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ വാർഡ് മെമ്പറൊക്കെ ഇങ്ങനെ ഇന്ന സ്ഥലത്ത് നികുതി പിരിക്കുന്നുണ്ടെന്നൊക്കെ പറയും. നമ്മൾ അവിടെ പോയിട്ട് നമ്മുടെ വീടിന്റെ കെട്ടിട നികുതി കൃത്യമായിട്ട് അടയ്ക്കാറുണ്ട്. അതൊരു തുക നമ്മൾ നേരിട്ട് കൊടുക്കുക, പ്രത്യക്ഷത്തിലാണ്. അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു നികുതിയുടെ സാധനം വാങ്ങും അതിന്റെ ഉള്ളിലൊന്നുമല്ല കെട്ടിട നികുതി കൊടുക്കുക. നമ്മൾ ഓരോ വർഷവും കൃത്യമായിട്ട് കെട്ടിട നികുതി അടയ്ക്കാറുണ്ട് അല്ലെ. അപ്പൊ നികുതികളെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം പറയാൻ വിട്ടു, നേരത്തെ ഞാൻ പറഞ്ഞുകൊണ്ടാണ് നികുതിയേതര വരുമാനത്തെ കുറിച്ച് അല്ലെ. എന്താണ് നികുതിയേതര വരുമാനം? പിഴ, ഫീസ്, ഗ്രാന്റ്, ലാഭം, പലിശ, ഇതൊക്കെ നികുതി അല്ലാതെ സർക്കാരുള്ള വരുമാനമാണ്. അപ്പൊ സർക്കാരിന്റെ ചെലവുകൾക്ക് വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായി നൽകേണ്ട പണമാണ് നികുതി. 2 തരത്തിലുള്ള പറഞ്ഞു, പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതി. ഇതിന്റെ എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്റ്റാർ ഇട്ട് വെക്കാം. ഒട്ടുമിക്ക PSC പരീക്ഷയിലും സ്ഥിരമായിട്ട് ചോദിക്കുന്നതും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് നികുതിയുടെ ഈ വ്യത്യാസം. പ്രത്യക്ഷ നികുതി ഏതൊക്കെയാണ്, പരോക്ഷ നികുതി. ഇതിന് കോഡൊക്കെ ആക്കി പഠിക്കുന്നുണ്ട്, അതിന്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഞാൻ പറഞ്ഞു ആദായ നികുതി, ആദായം എന്താന്ന് കൺസെപ്റ്റ് കിട്ടി, നമ്മുടെ വരുമാനത്തിന്റെ നികുതി അല്ലെ. അപ്പൊ അതാണ്. അപ്പൊ ആദായ നികുതി, അതുപോലെ തന്നെ കെട്ടിട നികുതി നേരിട്ട് നമ്മൾ കൊടുക്കേണ്ടതല്ലേ. ഭൂമിയുടെ നികുതി, നിങ്ങൾ പഞ്ചായത്തിലും വില്ലേജിലും പോയിട്ട് നികുതി അടയ്ക്കാറുണ്ട്. കുട്ടികളോടൊരു ചോദ്യം ചോദിക്കട്ടെ, അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേ. എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല, പക്ഷെ നിങ്ങൾ ഈ കമന്റ് ചെയ്യുമ്പം ചിലർ അറിയാത്തവരെ കമന്റ് നോക്കും, ചിലർക്ക് ഒന്നുകൂടി സ്ട്രോങ് ആവും. ഇപ്പൊ ഭൂനികുതി നിങ്ങൾ എവിടെയാണ് അടയ്ക്കുക? അടയ്ക്കാറൊന്നും ഉണ്ടാവില്ല, വീട്ടിൽ അച്ഛനമ്മയൊക്കെ ഇപ്പോഴും അടയ്ക്കുന്ന ചിലർ. അപ്പൊ ഭൂനികുതി നിങ്ങൾ എവിടെയാണ് അടയ്ക്കുക? കെട്ടിട നികുതി നിങ്ങൾ എവിടെയാണ് അടയ്ക്കുക? ഇത് രണ്ടും ഒരു സ്ഥലത്തല്ല. ഒന്ന് കമന്റ് ചെയ്ത് ജസ്റ്റ് കെട്ടിട നികുതി ഇന്ന സ്ഥലത്താണ്. അപ്പൊ നമ്മൾ എന്തായാലും നേരിട്ട് അടയ്ക്കാണ്, അപ്പൊ അതുകൊണ്ട് അത് പ്രത്യക്ഷ നികുതിയാണ്. ഇപ്പൊ വാഹന നികുതി, ഇപ്പൊ നമ്മൾ നേരിട്ട് ഇത്ര ടാക്സ് വണ്ടികൾക്ക്, വാഹന നികുതി നമ്മൾ നേരിട്ട് അടയ്ക്കുകയാണ്. കോർപ്പറേറ്റ് നികുതി, ഇപ്പൊ ഒരു കമ്പനിക്ക് കോർപ്പറേറ്റിന് ഇത്ര നികുതി അടയ്ക്കുന്ന പറയുന്നത് കോർപ്പറേറ്റ് നികുതി നമ്മൾ അടയ്ക്കണം. ഗിഫ്റ്റ് നികുതി എന്ന് പറയാറുണ്ട്. ഇപ്പോ ചില കാര്യങ്ങൾ, ഇപ്പോ നമ്മൾ ഇത് പറയുമ്പോൾ ഒരു പ്രശ്നം ഞാൻ പറയാം. നമ്മൾ SCRT-യിലൊന്നും ഇതില്ല ഗിഫ്റ്റ് നികുതി, ചിലരുടെ റാങ്ക് ഫയൽ ഉണ്ടാവില്ല. ഇത് മുമ്പ് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. അപ്പൊ നമ്മൾ ഷോപ്പിലൊക്കെ പോയിട്ട് ഇപ്പൊ ഒരു ഫാൻസി സ്റ്റേഷനിൽ പോയി നമ്മൾ ഗിഫ്റ്റ് ഒക്കെ പൊതിഞ്ഞു കൊടുക്കാറില്ലേ, ആ ഗിഫ്റ്റ് നികുതി അല്ല കേട്ടോ. നിങ്ങൾ വലിയ ഫണ്ട് അല്ലെങ്കിൽ വലിയ ഗിഫ്റ്റുകൾ
കൊടുക്കുന്ന സമയത്ത്, അത് ഗിഫ്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുന്ന സമയത്ത് അതിന് ടാക്സ് അടയ്ക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അത്തരത്തിലുള്ള ഒരു ടാക്സ് ഉണ്ട്. അതാണ് ഗിഫ്റ്റ് നികുതി എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് വാങ്ങുന്ന ബൊമ്മക്കുട്ടിയുടെ നികുതി അല്ല. അത് നികുതിയൊന്നും ഇല്ല. കാരണം നിങ്ങൾ വാങ്ങുന്ന കളിപ്പാട്ടം അല്ലെങ്കിൽ നിങ്ങളൊരു ക്ലോക്ക് വാങ്ങി ഗിഫ്റ്റ് കൊടുക്കുന്നു, ആ ക്ലോക്കിന് 300 രൂപയാണെങ്കിൽ അത് നമ്മൾ ഈ പറയുന്ന വിൽപ്പന നികുതിയിൽ വരും. അത് പരോക്ഷ നികുതിയാണ്, പ്രത്യക്ഷമല്ല. അപ്പൊ ഇതാണ് ഗിഫ്റ്റ് നികുതി എന്ന് ഓർത്ത് വെച്ചേക്ക്. നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ പോകുന്നവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറയണം. ഞാൻ ജസ്റ്റ് ഒരു ബേസ് മാത്രമേ പറയുന്നുള്ളൂ. ഗിഫ്റ്റ് നികുതി നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് അറിയുന്നവരൊക്കെ ഉണ്ട്, ജസ്റ്റ് കമന്റ് ചെയ്യുക കേട്ടോ. ഞാനത് സമയമില്ലാത്തതുകൊണ്ട് പറയില്ല. പരോക്ഷ നികുതി, ഇപ്പൊ എക്സൈസ് നിങ്ങൾക്കറിയാം, ഏത് ഈ പറയുന്ന മദ്യം പിടിക്കുന്ന എക്സൈസുകാരല്ല കേട്ടോ. വിനോദ നികുതി, സേവന നികുതി, എക്സൈസ് നികുതി, നമ്മൾ കസ്റ്റംസ് എക്സൈസ് ഒക്കെ പറയാറില്ലേ, അങ്ങനെ പല നികുതികളും നമ്മൾ നേരിട്ടല്ല. ഇപ്പൊ വിനോദ നികുതി ഞാൻ നേരത്തെ പറഞ്ഞു. സേവന നികുതി, നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് അവിടെ കിട്ടുന്ന സേവനവുമായി ബന്ധപ്പെട്ട് അതിനുള്ളിൽ നികുതി ഉണ്ടാവും, നമ്മൾ അറിയാഞ്ഞിട്ടാണ്. വിൽപ്പന, സാധനങ്ങൾ എന്ത് പ്രോഡക്റ്റ് വാങ്ങിയാലും നമ്മൾ അതിനുള്ളിൽ ഉണ്ടാവും നികുതി, നമ്മൾ അറിയാഞ്ഞിട്ടാണ്. നമ്മൾ അറിയാഞ്ഞിട്ട് മീൻസ് നമുക്കത് നേരിട്ട് അത് നികുതി എന്ന് പറഞ്ഞു കൊടുക്കേണ്ട, അതിന്റെ ഉള്ളിൽ അങ്ങ് ഇൻക്ലൂഡ് ആവും. ആ ഒരു പരിപാടിയാണ് ഈ എക്സൈസ് നികുതി, വിനോദ നികുതി, സേവന നികുതി, വിൽപ്പന നികുതി. ഒന്ന് വൃത്തിക്ക് പഠിച്ചാൽ മതി, കാര്യം മനസ്സിലാക്കി വായിച്ചു നോക്കുക. 3-4 പ്രാവശ്യം ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. ഏതൊക്കെയാണ് പരോക്ഷ നികുതികള്? എക്സൈസ്, വിനോദ്, സേവനം, വിൽപ്പന. വേണേ കോഡൊക്കെ ആക്കി. എന്തിനാണ് കോഡ് അല്ലെ? പ്രത്യക്ഷം എന്ന് കേൾക്കുമ്പോൾ ആദായ നികുതി, കെട്ടിട നികുതി, ഭൂനികുതി, വാഹന നികുതി, കോർപ്പറേറ്റ് നികുതി, ഗിഫ്റ്റ് നികുതി ഒക്കെ പ്രത്യേകിച്ച് ഓർത്ത് വെക്കുക. ഞാൻ അണ്ടർലൈൻ ചെയ്തത് മുമ്പ് ഏതൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു, അതുകൊണ്ടാ. ഇനി കേന്ദ്ര സർക്കാർ ചുമത്തുന്ന പ്രധാനപ്പെട്ട നികുതികൾ. ആക്ച്വലി ഇപ്പൊ GST വന്നതിന് ശേഷം ഇതിൽ വലിയ മാറ്റമുണ്ട്. എന്നിരുന്നാലും മുൻകാല PSC പരീക്ഷകളൊക്കെ ചോദിച്ചുകൊണ്ട് ഇപ്പോ CGST, നമ്മൾ GST തന്നെ പല രൂപത്തിലേക്ക് തിരിക്കാം. അപ്പൊ GST ഇതിനകത്ത് കേന്ദ്ര സർക്കാർ ചുമത്തുന്നതെന്നും സ്റ്റേറ്റ് സർക്കാർ ചുമത്തുന്നതും എടുത്തു പറയേണ്ട ആവശ്യമില്ല. കാരണം GST രണ്ടുപേരും കൂടി പങ്കിട്ടെടുക്കുക ചെയ്യാം. അപ്പൊ അതുകൊണ്ട് GSTയെ നമുക്ക് അങ്ങനെ കാറ്റഗറി ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാലും നമുക്ക് കോർപ്പറേറ്റ് നികുതി ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം അതെന്താണ്, അത് കേന്ദ്ര സർക്കാരാണ്. കോർപ്പറേറ്റുകളൊക്കെ അല്ലെ നമുക്കറിയാം. ആദായ നികുതിയും ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞു. ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേരളത്തിൽ ഇൻകം ടാക്സ് ഓഫീസറെ കാണാറുണ്ടോ? ഇല്ല. ഇൻകം ടാക്സ് കേന്ദ്ര സർക്കാരിനാണ്. അപ്പൊ ആദായ നികുതി. അപ്പൊ GST നിങ്ങൾ അവിടെ ഓർത്ത് വെച്ചേക്കും. GST എവിടെയുണ്ട്? രണ്ടിടത്തിലുണ്ട് അല്ലെ. GST അവിടെ നിൽക്കട്ടെ. ഇപ്പൊ വിൽപ്പന നികുതി, നിങ്ങളിപ്പോ നാട്ടിൻപുറത്തൊക്കെ ഓരോ സാധനങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ടൗണില്, നിങ്ങളെ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ താലൂക്കിലോ എവിടെ പോയാലും ഇതൊക്കെ വിൽപ്പന നികുതി പലതും എന്താണ്, നമുക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ നികുതി പോകുന്നത് സർക്കാരിലേക്കാണ്, സ്റ്റേറ്റിലേക്കാണ്. അപ്പൊ സംസ്ഥാന സർക്കാർ ചുമന്ന നികുതിയാണ് പ്രധാനമായിട്ട് വിൽപ്പന നികുതി. ഓക്കെ. ഇനി വാഹന നികുതിയും അതുപോലെ തന്നെയാണ്. നിങ്ങൾക്കറിയാം ഓരോ സംസ്ഥാനത്തൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അത്തരത്തിൽ സംസ്ഥാന സർക്കാർ ചുമത്തുന്ന നികുതിയാണ് ഈ വാഹന നികുതി, വിൽപ്പന നികുതി, രജിസ്ട്രേഷൻ നികുതി. നിങ്ങൾക്കറിയാലോ രജിസ്ട്രേഷന്റെ ഒക്കെ കൂട്ടി എന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ വാർത്തകളൊക്കെ ഉണ്ടാവും അല്ലെ, ബജറ്റിൽ ഇങ്ങനെ കൂട്ടി എന്നൊക്കെ കുറച്ച് നോക്കാം. അതുപോലെ തന്നെ ഭൂനികുതി, ഭൂമിയുടെ നികുതി, ഇങ്ങനെ തുടങ്ങിയുള്ള നികുതികളൊക്കെ സംസ്ഥാന സർക്കാരിനാണ്. പക്ഷെ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഭൂനികുതി നിങ്ങൾ എഴുതാൻ പാടില്ല. കാരണം റവന്യൂ ഡിപ്പാർട്ട്മെന്റ് നേരത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തവർക്ക് ഇപ്പോൾ പറഞ്ഞുതരാം. ഭൂനികുതി നമ്മൾ കൊടുക്കേണ്ടത് വില്ലേജ് ഓഫീസിലാണ് അല്ലെ. ഭൂനികുതി നിങ്ങൾ കൊടുക്കാറില്ല, വില്ലേജ് ഓഫീസിൽ പോയല്ലേ ഭൂമിന്റെ പല നമ്മൾ ആവശ്യത്തിനൊക്കെ അപ്പം നികുതി ഷീട്ട് ചോദിക്കാറില്ലേ, പണയം വെക്കാനൊക്കെ. അപ്പൊ നികുതി ഷീട്ട് എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് വില്ലേജ് ഓഫീസിൽ പോയിട്ട് നിങ്ങൾ ഭൂമിയുടെ നികുതി എടുക്കണം. അപ്പൊ അത് ആക്ച്വലി റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റേറ്റ് സർക്കാരിലേക്ക് നേരിട്ട് പോവാണേ, വില്ലേജ് ആയതുകൊണ്ട് ഭൂനികുതി. അപ്പൊ അവിടെ സംസ്ഥാന സർക്കാർ എന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നാൽ കെട്ടിട നികുതി ചോദിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ തന്നെ വരുന്നതാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. എന്നാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് വെച്ചാൽ ഏറ്റവും ഗ്രാമങ്ങളിലുള്ള പഞ്ചായത്ത് അല്ലെ, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, ഈ പറയുന്ന സംവിധാനങ്ങളൊക്കെ. അപ്പൊ അവിടെയാണ് പഞ്ചായത്ത് പോലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് കെട്ടിട നികുതി ചുമത്താനുള്ള അവർക്ക് കിട്ടുന്ന ഒരു നികുതിയാണ് വിനോദ നികുതി. നിങ്ങളിപ്പോ ഒരു സിനിമാ തിയേറ്റർ ഉണ്ടെന്ന് കരുതുക, അവർ ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടെ നഗരസഭയെ ബന്ധപ്പെട്ടാണ് ഈ വിനോദ നികുതി എല്ലാം ചുമത്തുക. പഞ്ചായത്തിന് അവിടെ റോൾ ഉണ്ട് കേട്ടോ. പരസ്യ നികുതിയും അതുപോലെ തന്നെയാണ്. ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് തൊഴിൽ നികുതിയും ഓർത്ത് വെച്ചേക്കുക. ഇത് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കെട്ടിടം, വിനോദം, പരസ്യം, തൊഴില്. പരസ്യം, തൊഴില്, കെട്ടിടം, വിനോദം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചുമത്തുന്ന നികുതികളാണ്. ഏതൊക്കെയാണ്? തൊഴിൽ നികുതി, പരസ്യം, വിനോദം, കെട്ടിടം. കെട്ടിടം, വിനോദ് കെട്ടിടന്നോ അല്ലെങ്കിൽ വിനോദ് പരസ്യം ഒട്ടിക്കുകയാണ് അദ്ദേഹത്തിന് തൊഴില് കെട്ടിടത്തില്. ഇപ്പൊ പഞ്ചായത്തുകാര് അദ്ദേഹത്തിനോട് നികുതി വാങ്ങി, അങ്ങനെ ആലോചിച്ചാൽ. അപ്പൊ കെട്ടിടത്തില് പരസ്യം ഒട്ടിക്കുന്ന തൊഴിലുള്ള വിനോദിനോട് പഞ്ചായത്തുകാര് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാര് നികുതി വാങ്ങി. അതൊരു ചുമ്മാ ഒരു കോഡ് പറഞ്ഞാണ്, വേണമെങ്കിൽ ആലോചിക്കാം. കെട്ടിടത്തിൽ പരസ്യം ഒട്ടിക്കുന്ന തൊഴിലുള്ള വിനോദിനോട്, കെട്ടിടത്തിൽ
പരസ്യം മുട്ടിക്കുന്ന തൊഴിലുള്ള വിനോദിനോട് എന്ത് ചെയ്തു? പഞ്ചായത്തുകാർ എപ്പോഴും വന്ന് നികുതി പിഴിഞ്ഞു വാങ്ങും. അങ്ങനെ ആലോചിച്ച് നോക്കുക കേട്ടോ. ഇനി നികുതികളെ കുറിച്ച് SCRT പറയുന്നത് ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായി നൽകേണ്ട പണമാണ് നികുതി. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. നികുതി നൽകുന്ന വ്യക്തിയെ നികുതിദായകൻ എന്ന് വിളിക്കുന്നു. നമ്മളൊക്കെ നികുതിദായകരാണ്. ഒന്നല്ലെങ്കിൽ പല രൂപത്തിൽ ദിവസവും നമ്മൾ എത്രത്തോളം ടാക്സ് നികുതിയാണല്ലേ കൊടുക്കുന്നത്. അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും സർക്കാരിനോടൊക്കെയുള്ള പ്രതിഷേധങ്ങൾ വരാറ്. ഇനി നമുക്ക് നേരത്തെ GST കുറിച്ച് പറയാൻ, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അല്ലെ, GST. അതിന്റെ പൂർണ്ണരൂപം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേട്ടോ. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അഥവാ GST. നോക്കൂ, GST കുറിച്ച് പറയുമ്പോൾ SCRT പറയുന്നതിനപ്പുറം കുറച്ച് കാര്യങ്ങൾ ഞാൻ അഡീഷണൽ തരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് വായിച്ചു നോക്കുക. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഞാൻ പറയേണ്ട കാര്യങ്ങൾ അത് മാറ്റി എഴുതി, അതല്ല കുറച്ചുകൂടി ബെറ്റർ, നിങ്ങൾക്ക് വായിക്കാനൊക്കെ പറ്റും. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അഥവാ GST 2015, ശ്രദ്ധിക്കണം, വർഷം ഇമ്പോർട്ടന്റ് ആണ്. 2015 മെയ് 6 ലോക്സഭയിൽ ആദ്യമായിട്ട് വരുന്നത്. എന്നാൽ വളരെ ഇമ്പോർട്ടന്റ്, എന്നാണ് ഇത് ലോകസഭ അംഗീകരിച്ചത് അല്ലെങ്കിൽ പാസ്സാക്കിയത്? ചില ഭേദഗതികളോടുകൂടി GST ബില്ല് ലോകസഭ പാസ്സാക്കിയത് 2016 ഓഗസ്റ്റ് 8. ഡേറ്റ് പഠിച്ചോ? GST ബില്ല് എഴുതിയെടുക്കുക കേട്ടോ, പേപ്പറിൽ എഴുതിയെടുക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിനെ വായിക്കണേ. ഡിഗ്രി ലെവൽ, പ്ലസ് 2 ലെവൽ എക്സാമിനൊക്കെ പോകുന്നവർ നിർബന്ധമായിട്ട് പഠിക്കുക. ഈ അടുത്ത് 1.5 വർഷത്തിനിടയിൽ ഒരുപാട് നടന്ന പരീക്ഷയിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ കൃത്യമായിട്ട് പഠിക്കണം. ലോകസഭ, ആദ്യം രാജ്യസഭയാണ് ആക്ച്വലി ഇത്, നമ്മൾ ലോകസഭയിലാണ് ആദ്യമായിട്ട് ഇത് പാസ്സാക്കുന്നത് മെയ് 6 2015. എന്നാൽ പിന്നീട് രാജ്യസഭ നോക്കൂ, 2016 ഓഗസ്റ്റ് 3 രാജ്യസഭ ഭേദഗതികളോട് പാസ്സാക്കും, ഒരു വർഷം കഴിഞ്ഞിട്ട്. അപ്പൊ 2016 ഓഗസ്റ്റ് 3 രാജ്യസഭ, 2016 ഓഗസ്റ്റ് 3 രാജ്യസഭ. അത് കഴിഞ്ഞ് ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് 2016 ഓഗസ്റ്റ് 8 ലോകസഭ. അപ്പൊ നിങ്ങൾ ഈ 2 ഡേറ്റ് പഠിച്ചേ, എല്ലാവരും പഠിച്ചേ. രാജ്യസഭയിൽ 2016 ഓഗസ്റ്റ് 3, രാജ്യസഭയിൽ 2016 ഓഗസ്റ്റ് 3, ലോകസഭയിൽ 2016 ഓഗസ്റ്റ് 8, ലോകസഭയിൽ 2016 ഓഗസ്റ്റ് 8. പഠിച്ചോ? അങ്ങനെയാണെങ്കിൽ അതേ വർഷം സെപ്റ്റംബർ 8, നോക്കൂ, ആദ്യം ഓഗസ്റ്റ് 3 രാജ്യസഭ, ഓഗസ്റ്റ് 8 ലോക്സഭ, സെപ്റ്റംബർ 8 രാഷ്ട്രപതി സൈൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞൊരു 4 ദിവസം കഴിഞ്ഞപ്പോൾ സെപ്റ്റംബർ 12 GST കൗൺസിൽ ഇന്ത്യയിൽ നിലവിൽ വന്നു. എന്ത് രസാ പഠിക്കാൻ. ഒന്ന് കണ്ണുപൂട്ടി ആലോചിച്ച് നോക്കിക്കേ. 2016 ഓഗസ്റ്റ് 3 രാജ്യസഭ, 2016 ഓഗസ്റ്റ് 8 ലോകസഭ, 2016 സെപ്റ്റംബർ 8, ഓഗസ്റ്റ് കഴിഞ്ഞ സെപ്റ്റംബർ 8 രാഷ്ട്രപതി സൈൻ ചെയ്തു. സെപ്റ്റംബർ 12 GST കൗൺസിൽ, സെപ്റ്റംബർ 12 GST കൗൺസിൽ നിലവിൽ വന്നു ഇന്ത്യയിൽ. അതിനുശേഷം പിറ്റേത്തെ വർഷം 2017 എത്തുന്നു. ജൂൺ മാസം 30 നമ്മുടെ അന്നത്തെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പ്രണബ് കുമാർ മുഖർജിയും നരേന്ദ്രമോദിജിയും കൂടി ഉദ്ഘാടനം ചെയ്യുകയാണ്. GST ഇന്ത്യയിൽ ഉദ്ഘാടനം ചെയ്ത് 2017 ജൂൺ 30. ഇത് ശ്രദ്ധിക്കണേ അമ്പാനെ, ഇത് PSC പരീക്ഷയിൽ ചോദിക്കാറില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഏതാ ചോദിച്ചത്, ഞാനത് സ്റ്റാറോട് സ്റ്റാർ ഇട്ട് വെക്കാം, 5 സ്റ്റാർ. അത് ഇതാണ്. എല്ലാവർക്കും അറിയാം എന്നാണ് GST നിലവിൽ വന്നത്. 2017 ജൂലൈ 1, 2017 ജൂലൈ 1, 2017 ജൂലൈ 1, 2017 ജൂലൈ 1 GST 101ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം, GST എന്ന് കേൾക്കുമ്പോൾ ഭേദഗതി ഏതാണ്? 101ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നിലവിൽ വന്നു. കെയിം ഓൺ എഫക്റ്റ് ആണ് കേട്ടോ. പിറ്റേ ദിവസം ജൂൺ 30 ഉദ്ഘാടനം ചെയ്തു, ജൂലൈ 1 നിലവിൽ വന്നു. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ ആ കൺസെപ്റ്റ്. ആ വർഷം SCRTയിൽ പല സ്ഥലത്തുള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് 2017 ജൂലൈ 1. അങ്ങനെയാണെങ്കിൽ GST എന്ന ആശയം ഈ 2016 17 വരുന്നതല്ല. GST എന്ന ആശയം ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിച്ചത് P ചിദംബരം ആയിരുന്നു. 2005. ഇന്ത്യയിൽ ഇരട്ട GST മാതൃകയാണ് നിലവിലുള്ളത്. നമുക്കറിയാം, സ്റ്റേറ്റ് GSTയും അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ GST ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അത്തരത്തിൽ ആലോചിച്ച് വെച്ചാൽ നിങ്ങൾ ഇന്ത്യയിൽ ഇരട്ട GST മാതൃകയാണ് നിലവിലുള്ളത്. ഇരട്ട GST ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം കാനഡയാണ്. രണ്ടാമത് നടപ്പിലാക്കിയത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ ഇരട്ട GST ആണുള്ളത്. ഇരട്ട പൗരത്വമുണ്ടോ? ഇല്ല. ഇന്ത്യയിൽ ഏക പൗരത്വമാണ്.
അല്ലെ? ഇന്ത്യയിൽ ഒരു പൗരത്വമല്ലേ ഉള്ളൂ. എന്നാൽ ഇരട്ട GST എന്ന് ആലോചിച്ച് നോക്കുക. ആദ്യമായി നടപ്പിലാക്കിയത് കാനഡയിലാണ്, രണ്ടാമത് ഇന്ത്യയിലും, മൂന്നാമത് ആക്ച്വലി ബ്രസീലിലാണ്. ഇത്തരത്തിൽ 3 രാജ്യങ്ങളാണ് ലോകത്ത് ഇരട്ട GST നടപ്പിലാക്കിയത്. GST ആരൊക്കെയാണ്? കാനഡ, ഇന്ത്യ, ബ്രസീൽ. കാനഡ, ഇന്ത്യ, ബ്രസീൽ. അതുപോലെ ഇന്ത്യയിലെ GSTയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ളത് അമിതാഭ് ബച്ചൻ സാറാണ്. ആരാണ്? നമ്മുടെ പ്രിയപ്പെട്ട സിനിമാ താരം അമിതാഭ് ബച്ചനാണ് ബ്രാൻഡ് അംബാസിഡർ. ഈ ഒരു GSTയുടെ ആപ്തവാക്യം ഇമ്പോർട്ടന്റ് ആണ്, PYK ആണ്. വൺ നാഷൻ, വൺ ടാക്സ്, വൺ മാർക്കറ്റ്. അല്ലെ? വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? വൺ നാഷൻ, വൺ ടാക്സ് ആണ്, വൺ മാർക്കറ്റ് ആണ്, GST. എല്ലാം കൂടി ഒന്നായി. മറ്റേ ഓരോ സംസ്ഥാനത്തും നമ്മളൊരു ലോറി, അല്ലെ, കേരളത്തിൽ നിന്നും ഒരു അരുണാചൽ പ്രദേശൊക്കെ എത്തണമെങ്കിൽ എത്ര സ്റ്റേറ്റ് കടക്കണം? ഓരോ സ്റ്റേറ്റിൽ ഇങ്ങനെ ടാക്സ് കൊടുത്ത് അവിടെ എത്തുന്ന ആ ഒരു സംവിധാനം ഒന്നും ഇല്ല ഇപ്പൊ GST വന്നതിന് ശേഷം എന്തൊരു എളുപ്പ പല കാര്യങ്ങളും. വൺ നാഷൻ, വൺ ടാക്സ്, വൺ മാർക്കറ്റ്. GSTയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭരണഘടനാ ഭേദഗതി വളരെ കൃത്യമായിട്ട് പഠിക്കുക. 101 അഥവാ 101. ഇത് ബില്ല് ചോദിക്കാറുണ്ട്. 122ാമത് ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. ആ ലോകസഭയിൽ ഇത് അവതരിപ്പിച്ചത് 122ാമത് ഭരണഘടനാ ഭേദഗതി ബില്ലായിട്ടാണ്. ഈ ഒരു ഭേദഗതി 101 ആണ്. നമ്മുടെ GSTയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെ, ഇന്ത്യയിൽ വന്ന GSTയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട 3 ആർട്ടിക്കിളുകൾ. ഒരുപാട് ആർട്ടിക്കിൾ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് പലതും പഠിക്കാനുണ്ടാകും. ആർട്ടിക്കിളുകളുടെ ക്ലാസ് ഒക്കെ നമുക്ക് ഭരണഘടന എടുക്കാം കേട്ടോ. പക്ഷെ ഇവിടെ 46A ഞാൻ തുടങ്ങുകയാണ്. 246 246A GSTയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ്. അനുച്ഛേദം 246A ബൈ ഹാർട്ട് പഠിച്ച് നേരത്തെ ആ ദിവസം പഠിച്ചില്ലേ? നമ്മൾ ഓരോന്ന് വന്നത് ലോകസഭയിൽ രാജ്യസഭ പാസ്സാക്കി, അതുപോലെ പഠിക്കുക. 246A GST, 246A GST, 269 കേട്ടോ, 269A കേന്ദ്ര സംസ്ഥാന GST ബന്ധങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. വേറെയും കുറച്ച് ഫാക്ട് അതിനകത്ത് ഉണ്ട്. പക്ഷെ നമുക്ക് ചുരുക്കി വളരെ എളുപ്പത്തിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. കേന്ദ്ര സംസ്ഥാന GSTയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ 69A. 46A GSTയെ കുറിച്ച് പറയുമ്പോൾ, 46A GSTയെ കുറിച്ച് പറയുമ്പോൾ കേന്ദ്ര സംസ്ഥാന GST ബന്ധങ്ങളെ കുറിച്ച് 269A. ദെൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ 10 കൂട്ട് കേട്ടോ. ഏതാണ്? 279A GST കൗൺസിൽ. 279 10 കൂട്ടി 279A GST കൗൺസിൽ. നോക്കൂ, ഇന്ത്യയില് സർക്കാർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ടാണ് GST കൊണ്ടുവരുന്നത്. നിങ്ങൾക്കറിയാം, നരേന്ദ്രമോദി സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം തന്നെയായിരുന്നു GST, ടാക്സിൽ വരുത്തിയ മാറ്റം. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ നമ്മൾ എടുത്തു ഏറ്റവും വലിയൊരു മാറ്റമായിരുന്നു ടാക്സ് നികുതിയുമായി ബന്ധപ്പെട്ട്. അപ്പൊ അങ്ങനെ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ 16 സംസ്ഥാനങ്ങള് ഇത് എന്താ പറയുക ബില്ല്, ഈ ഒരു GST ബില്ല് അംഗീകരിക്കണം, ഇത് നിലവിൽ വരണമെങ്കിൽ. അത്തരത്തിൽ ഇന്ത്യയിൽ ഓരോ സംസ്ഥാനങ്ങളും ഇത് അംഗീകരിക്കണം. ആ രൂപത്തിൽ GST ബില്ല് പാസ്സാക്കിയ ആദ്യത്തെ സ്റ്റേറ്റ് ചോദിച്ചാൽ ആസാമാണ് ആദ്യമായിട്ട് പാസ്സാക്കിയത്. തുടങ്ങിയ ആസാം ആലോചിക്കാം. ആസാമാണ് ആദ്യമായിട്ട് GST ബില്ല് പാസ്സാക്കിയ സ്റ്റേറ്റ്. 16ാമത്തെ സ്റ്റേറ്റ് ചോദിക്കുകയാണെങ്കിൽ ഒഡീഷയാണ്. ആസാമിൽ തുടങ്ങി 16ാമത്തെ എത്തി നിൽക്കുന്ന ഒഡീഷ. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ? 16 സ്റ്റേറ്റ് അംഗീകരിക്കണം. നമ്മുടെ രണ്ടാമത്തത് ബീഹാർ ആയിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ഉണ്ട്. നിങ്ങൾ അതൊക്കെ എക്സ്ട്രാ ഡിഗ്രിക്കാരൊക്കെ പഠിച്ചോളുക. അപ്പൊ ആദ്യത്തെ ആസാം, 16ാമത്തെ ഒഡീഷയും. GST കൗൺസിൽ ഞാൻ പറഞ്ഞു ആർട്ടിക്കിൾ 279A അഥവാ 2016 സെപ്റ്റംബർ 12-ാം തീയതി നേരത്തെ പഠിച്ചില്ലേ? സെപ്റ്റംബർ 12-ാം തീയതി നിലവിൽ വന്ന GST കൗൺസിൽ. ആ GST കൗൺസിലില് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലെയും കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ള ആ ഒരു ബോഡിക്കകത്ത് എല്ലാ സ്റ്റേറ്റിലെയും ധനകാര്യ മന്ത്രിമാരൊക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തില് കേന്ദ്ര ധനകാര്യ മന്ത്രി ഇപ്പൊ നിലവിൽ നിർമ്മല സീതാരാമൻ ജി. ആരാണ് കേന്ദ്ര ധനകാര്യ മന്ത്രി? നിർമ്മല സീതാരാമൻ. അപ്പൊ മേഡമാണ് ഇപ്പൊ നിലവിൽ GST കൗൺസിലിന്റെ അധ്യക്ഷ. അപ്പൊ GST കൗൺസിലിന്റെ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ്. ആസ്ഥാനം ഈ പറയുന്ന GST കൗൺസിലിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനകാര്യ മന്ത്രിമാർ ഉൾപ്പെടുന്നുണ്ട് ഈ ഒരു ബോഡിക്കകത്ത്, GST കൗൺസിലിൽ. ആദ്യത്തെ അധ്യക്ഷൻ എന്ന് വെച്ചാൽ GST കൊണ്ടുവന്ന 2017 ആ ഒരു സമയത്ത് കേന്ദ്ര ധനകാര്യ മന്ത്രി അരുൺ ജെയ്റ്റ്ലി സാറായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു പോയി. നമുക്കറിയാം, 1ാം നരേന്ദ്രമോദി സർക്കാരിന്റെ ധനകാര്യ മന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലി ആയിരുന്നു. അന്ന് ഉപാധ്യക്ഷനായിട്ട് ഈ മന്ത്രിമാരുടെയൊക്കെ കൂടെ തെരഞ്ഞെടുക്കപ്പെട്ടത് KM മാണി സാറായിരുന്നു. കേരളത്തിൽ ഒരുപാട് കാലം ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന പാലക്കാരുടെ സ്വന്തം മാണി സാറ്. അപ്പൊ KM മാണി സാറായിരുന്നു ഈ പറയുന്ന ആദ്യത്തെ ഉപാധ്യക്ഷൻ. ഇനി കേന്ദ്ര ഗവൺമെന്റ് ചുമത്തുന്നത് സെൻട്രൽ GST എന്നും സംസ്ഥാന സർക്കാർ ചുമത്തുന്നത് സ്റ്റേറ്റ് GST. ഞാൻ പറഞ്ഞു 2 തരത്തിലുള്ള GST. ഇപ്പൊ സ്റ്റേറ്റ് GST ഉണ്ട്, സെൻട്രൽ GST ഉണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെറിയ മാറ്റം, ഇതിന്റെ അപ്ഡേഷൻ ഒക്കെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പിന്നീട് തരുന്നതാണ്. ഇപ്പൊ ജസ്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് 2025 സെപ്റ്റംബർ മാസമാണ്. അതുകൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ ഞാൻ നിങ്ങൾക്ക് തരാം. ഒരു പത്ര കട്ടിംഗ് ആണ് അത്.
ഒരു പക്ഷേ ഈ ക്ലാസ് ഒരു മാസം 2 മാസം മുമ്പ് എടുത്തിരുന്നെങ്കിൽ ഇതെനിക്ക് പറയാൻ പറ്റില്ലായിരുന്നു. നമുക്കറിയാം നമ്മുടെ GST-യില് വലിയൊരു മാറ്റം ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. GST-യിൽ നിന്നും നോക്കൂ, പ്രധാനപ്പെട്ട 2 ചുമത്തുന്ന ഓരോ ഇത്ര ശതമാനം എന്ന് പറഞ്ഞ് നമ്മൾ ഓരോ സ്ലാബുകളായിട്ട് കണക്കാക്കും. ഇപ്പൊ 5% നികുതി ചുമത്തുന്ന പ്രോഡക്റ്റ്, 10%, അങ്ങനെയൊക്കെ ഓരോ ശതമാനം ഉണ്ടല്ലോ. അതിൽ നമുക്ക് 5 സ്ലാബുകളായിരുന്നു മുമ്പ് GST-യിൽ ഉണ്ടായിരുന്നത്. 0 നമുക്ക് കൂട്ടാം, അതുപോലെ തന്നെ 5 നമുക്ക് കൂട്ടാം, 12%, 18%, 28%. ഇങ്ങനെയായിരുന്നു 5 സ്ലാബുകൾ. അപ്പൊ അവിടെ ആ 5 എണ്ണം ഇപ്പൊ മാറ്റം വരുത്തുകയാണ്. പ്രധാനപ്പെട്ട 2 സ്ലാബുകൾ എന്ന് പറഞ്ഞാൽ ചുമത്തുന്ന പെർസെന്റേജ് കേട്ടോ, അതിപ്പോ ഒഴിവാക്കുകയാണ്. 12%, 28% നിലവിൽ കേന്ദ്ര സർക്കാർ ഒഴിവാക്കി. ഇത് എന്ന് മുതൽ നിലവിൽ വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആണ്. കറണ്ട് അഫയേഴ്സിൽ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 2025 സെപ്റ്റംബർ, അവിടെ ഒരു സെപ്റ്റംബർ കണ്ട നിങ്ങൾ ഒക്കെ ഒരു സെപ്റ്റംബർ ബന്ധുണ്ട് അല്ലെ. സെപ്റ്റംബർ 22 ഒന്ന് പഠിച്ചു വെച്ച എല്ലാവരും പഠിച്ച ഷുവർ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ പുതുക്കിയ GST നിരക്ക് എന്നു മുതലാണ് നിലവിൽ വരുന്നത്, പ്രാബല്യത്തിൽ വരുന്നത്? 2025 സെപ്റ്റംബർ 22. 2025 സെപ്റ്റംബർ 22. അപ്പൊ പുതുക്കിയ നിരക്ക് എന്ന് പറഞ്ഞാല് ഇപ്പം വാഹനങ്ങൾ, ഇപ്പൊ കാറൊക്കെ വാങ്ങുന്നത് നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടോ അല്ലെ, ഒക്കെ വലിയ റേറ്റ് കുറയും, 1 ലക്ഷം രൂപയുടെ കുറവുണ്ടാവും. 28% അവിടെയൊക്കെ ചുമത്തിയിരുന്നെങ്കിൽ ഒറ്റയടിക്ക് അത് 18%, 10% കുറയുകയാണ്. അപ്പൊ അത്തരത്തിൽ ഇപ്പൊ നിലവില് 5%, 18% പുതിയ 2 സ്ലാബുകൾ. 5% ചുമത്തും, 18%. അപ്പൊ 28% ഇല്ലാതെ, 12% ഇല്ലാതെ. പകരം ഈ പറയുന്ന നമ്മളെന്താ പറയാ, ലക്ഷറി ഉൽപ്പന്നങ്ങൾ അല്ലെ, ആഡംബര ഉൽപ്പന്നങ്ങൾ, അതിന് 40% ആക്കി. എന്ന് വെച്ചാൽ 28% ഒക്കെ ഉണ്ടായിരുന്ന പല ലക്ഷറി ആഡംബര ഉൽപ്പന്നങ്ങൾക്കും 40% ആക്കി. അത്തരത്തിൽ പ്രധാനമായിട്ടും 0% നമുക്ക് അവിടെ കണക്കാക്കാം. പിന്നെ 5, 18, 40, 5, 18, 40, 5%, 18%, 40, ഇതാണ് പുതിയ കണക്ക് കേട്ടോ. അപ്പൊ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റും ഏറ്റവും താഴത്ത് 5%, 18%, 40%, 0. ഇതാണ് പ്രധാനപ്പെട്ട പുതിയ സ്ലാബുകൾ. ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലേക്കുള്ള ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ചരക്കുകൾക്കും സേവനങ്ങൾക്കും മേൽ ചുമത്തുന്ന നികുതിയാണ് ഇന്റഗ്രേറ്റഡ് GST. അപ്പൊ നമ്മൾ സ്റ്റേറ്റ് GST എന്താണെന്ന് നോക്കി, സ്റ്റേറ്റിന്റെ, കേന്ദ്രത്തിന്റെ സെൻട്രൽ GST. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രേറ്റഡ് GST എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലേക്കുള്ള ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ചരക്കുകൾക്കും സേവനങ്ങൾക്കും മേൽ ചുമത്തുന്ന ഈ GST ആണ് ഇന്റഗ്രേറ്റഡ് കേട്ടോ. ഇനി ചില രസകരമായ ഫാക്ട് പറയാം. GST നിങ്ങൾക്കൊക്കെ അറിയാം, പല സ്ഥാപനങ്ങളിലും നിങ്ങൾ GST നമ്പർ കണ്ടില്ലേ, പ്രധാനപ്പെട്ട ഹോട്ടലുകളിലും അവിടെയൊക്കെ GST നമ്പർ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, വെറുതെ ഒരു ചോദ്യം, ഇത് മുമ്പ് PSC ചോദിച്ചൊരു ചോദ്യം കേട്ടോ. പാൻ കാർഡിലെ എത്ര അക്കങ്ങൾ ഉണ്ടാവുക? പാൻ കാർഡിൽ, നിങ്ങളെ പാൻ കാർഡിൽ, ആധാർ കാർഡിൽ പാൻ കാർഡൊക്കെ നമുക്ക് അറിയാം, നമ്മൾ എപ്പോഴും കാണുന്നത്, പക്ഷെ ചിലപ്പോൾ നമ്പർ കിട്ടില്ല. പാൻ കാർഡിൽ എത്ര അക്കങ്ങൾ ഉണ്ടാവും? അപ്പൊ GST-യിൽ 15 ആട്ടോ. പാൻ കാർഡ് അറിയുന്നവർ കമന്റ് ചെയ്തോ, അത് ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയി പാൻ കാർഡ് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കട്ടോ. അപ്പൊ GST-യിൽ 15 അക്കങ്ങൾ ഉണ്ടാവും. പിന്നീട് ആ ഒരു നമ്പർ ഉണ്ടല്ലോ, GST നമ്പർ, അതിനകത്ത് ആദ്യത്തെ 2 അക്കങ്ങൾ സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളെ സൂചിപ്പിക്കുക. ഇപ്പൊ കേരളത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ 32 ആണ്. അപ്പൊ ഓരോ സ്റ്റേറ്റിനും ഓരോ നമ്പർ ഉണ്ടാവും. അപ്പൊ അത്തരത്തിൽ ടോട്ടൽ GST നമ്പറിലെ അക്കങ്ങളുടെ എണ്ണം 15 ആണെന്ന് പഠിച്ചു വെച്ചു. 15 ആണെന്ന് പഠിച്ചു വെച്ചു. ചില കൗതുകരമായ ന്യൂസ് അല്ലേ, ന്യൂസ് അല്ല, ഒരു അറിവില്ലേ. അപ്പൊ അത്തരത്തിൽ കേരളത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ 32 ആണ്. കേരളത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ 32 ആണ്. GST മികവുറ്റ രീതിയിൽ നടപ്പിലാക്കാൻ സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് ആരംഭിച്ച പദ്ധതിയാണ് പ്രൊജക്ട് സാക്ഷം. GST നല്ല കൃത്യമായി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്, ഒരു പുതിയ പദ്ധതിയാണ് പ്രൊജക്ട് സാക്ഷം. സാക്ഷം ഒന്നോർത്ത് വെച്ചേക്കുക. GST ലയിപ്പിക്കപ്പെട്ട, അല്ലെങ്കിൽ മുമ്പ് പല നികുതികൾ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഒഴിവാക്കിയിട്ട് ഒറ്റൊന്നാക്കിയ ഒരു നികുതിയിലെ ഒരു രാജ്യം എന്നല്ല പറഞ്ഞത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് വായിച്ച് പഠിക്കണം, നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പൊ വിൽപ്പന നികുതി, കേന്ദ്ര എക്സൈസ് നികുതി, സേവന നികുതി, അതുപോലെ തന്നെ ഈ പറയുന്ന മൂല്യവർദ്ധിത നികുതി, ആഡംബര നികുതി, പരസ്യ നികുതി, പ്രവേശന നികുതി, വിനോദ നികുതി, ഇങ്ങനെയുള്ള നികുതികളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് GST എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും. അപ്പൊ അതെല്ലാം എന്ത് ചെയ്തു? GST എന്നുള്ള സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നു, അത് ലയിച്ചു. എന്നാൽ മദ്യത്തിന്റെ നികുതി അതിപ്പോ GST-യിലായില്ല. ഇപ്പൊ GST-യിൽ ഇല്ല മദ്യം. പെട്രോളിയം ഉൽപ്പന്നങ്ങളും GST-യിൽ ഇല്ല. വൈദ്യുതിയും GST-ക്കകത്തില്ല. അപ്പൊ അത് പ്രത്യേകിച്ച് ഓർത്ത് വെച്ചേക്കണം. മദ്യം, വൈദ്യുതി, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GST-യിൽ ഉൾപ്പെടാത്ത ഇനങ്ങളാണ്. മദ്യം, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, വൈദ്യുതി. സംസ്കരിക്കാത്ത ഭക്ഷ്യവസ്തുക്കള്, അതായത് നമ്മൾ ഈ പാക്കറ്റ് കിട്ടുന്ന ഫുഡിനൊക്കെ GST ഉണ്ടാവും കേട്ടോ. അപ്പൊ സംസ്കരിക്കാത്ത ഭക്ഷ്യവസ്തുക്കള്, അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങൾ, ഇതിനൊന്നും എന്തില്ല, ഈ പറഞ്ഞ GST ലയിച്ചിട്ടില്ല എന്ന് ഓർത്ത് വെച്ചേക്കുക.
ഇനി ഈ ഒരു ചാപ്റ്ററിനകത്ത് പറയുന്നത് ബജറ്റിനെ കുറിച്ചാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ബജറ്റിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് നോക്കാം. ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന ചെലവും വരവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ധനരേഖയാണ് ബജറ്റ്. അറിയാൽ എന്താണ്? നമ്മുടെ രാജ്യത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ഇതാണ്. നമ്മുടെ രാജ്യത്ത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള ഒരു സാമ്പത്തിക വർഷത്തേക്ക്, അപ്പൊ നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വെച്ചാൽ PSC സ്ഥിരം ചോദിക്കാറുണ്ട്. സാമ്പത്തിക വർഷം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, പഠിച്ചു വെക്കണം. ഏപ്രിൽ 1 മുതൽ പഠിച്ചു വെച്ചേക്ക്. ഏപ്രിൽ 1 എന്ത് ദിവസം? ഏപ്രിൽ 1 നിങ്ങളെ കളിയാക്കണ്ട പറയും. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ ഇതാണ് ഇന്ത്യയിലെ ഒരു സാമ്പത്തിക വർഷം. ഓക്കെ ആണല്ലോ. ധനകാര്യമന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. അറിയാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 112 അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ആർട്ടിക്കിൾ 112 ബജറ്റ്. 108 സംയുക്ത സമ്മേളനം, 110 മണി ബില്ല്, 112 ബജറ്റ്, ഇങ്ങനെ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. 111 വീറ്റോ. അപ്പൊ അതൊക്കെ നമുക്ക് പിന്നീട് ഭരണഘടനയുടെ ക്ലാസ് പഠിക്കാം അല്ലെ. ഇതൊക്കെയാണ് 108 സംയുക്ത സമ്മേളനം, 110 മണി ബില്ല്, 111 വീറ്റോ, 112 ബജറ്റ്, 116 വോട്ട് ഓൺ അക്കൗണ്ട്, അങ്ങനെ അങ്ങനെ പോകും. അപ്പൊ ഞാൻ അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. 112 പഠിച്ചോളുക. ആർട്ടിക്കിൾ 112 ബജറ്റ്. ബജറ്റ് പല തരമുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലടാ. മിച്ച ബജറ്റ്, സന്തുലിത ബജറ്റ്, കമ്മി ബജറ്റ്. വളരെ സിമ്പിൾ ആണ്. ഇതിപ്പോ പ്രത്യേകിച്ച് പഠിക്കൊന്നും വേണ്ടോ. വരവ് കൂടുതലും ചെലവ് കുറവും. സ്വാഭാവികമായിട്ടും മിച്ചം ഉണ്ടാവും. അതാണ് അല്ലെ നമ്മൾ സർപ്ലസ് ബജറ്റ് എന്നൊക്കെ പറയാറില്ലേ. സർപ്ലസ് ആണ്, മിച്ചം ഉണ്ടാവും. വരവ് കൂടുതലുണ്ട്, ചെലവ് കുറവാണ്. സന്തുലിതോ, വരവും ചെലവൊക്കെ ഏകദേശം സെയിം. കമ്മിയോ, വരവ് കുറവാ പക്ഷെ ചെലവ് ഒരുപാടുണ്ട്. അപ്പൊ നമുക്ക് എന്താണ്? കമ്മിയാവും അല്ലെ. ഫുൾ കടാണ്, കമ്മി ബജറ്റ് ആണ് അല്ലെ. അങ്ങനെ ആലോചിച്ച് വെക്കുക. ബജറ്റിന്റെ ഉത്ഭവത്തെ കുറിച്ച് ചെറിയൊരു ബോക്സ് CRT കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് വായിക്കാം കേട്ടോ. ബോഗറ്റ് എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ബജറ്റ് എന്ന വാക്കിന്റെ ഉത്ഭവം. ചെറിയ ബാഗ് അല്ലെങ്കിൽ സഞ്ചി എന്നാണ് ഇതിന്റെ അർത്ഥം. നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോ നിർമ്മല ജിയോ അല്ലെങ്കിൽ നമ്മുടെ KN ബാലഗോപാൽ ഇവരൊക്കെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഒരു സഞ്ചി, ഒരു ബാഗുമായിട്ടുള്ള വരാറ്. സർക്കാരിന്റെ ധനകാര്യ രേഖകൾ അടങ്ങുന്ന ഒരു സഞ്ചി എന്ന അർത്ഥത്തിലാണ് ബജറ്റ് എന്ന പദം രൂപം കൊണ്ടത്. ചുമ്മാ ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ മതി. 11ാം നൂറ്റാണ്ടിലാണ് ബജറ്റിന്റെ ആദ്യ അവതരണം നടന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ധനകാര്യമന്ത്രിയായിരുന്ന RK ഷൺമുഖം ചെട്ടിയാണ്. ഞാൻ ഇവിടെ ഒരു 4 പേര് പറയട്ടെ. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടവർക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ജസ്റ്റ് 1860, ഞാൻ ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയതാണ്, അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നുകൊണ്ട് പറയാം. 1860 എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇന്ത്യയിലെ വൈസ്രോയി കാനിങ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ കാനിങ്ങിന്റെ കാലഘട്ടത്തിൽ 1860 ആദ്യമായിട്ടൊരു ബജറ്റ് അവതരിപ്പിക്കുന്നത്. ബജറ്റ് അവതരിപ്പിച്ചത് ജെയിംസ് വിൽസൺ ആണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കൂ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജെയിംസ് വിൽസൺ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ച ആരാണ്? ബ്രിട്ടീഷ് ഇന്ത്യയിൽ ജെയിംസ് വിൽസൺ. അദ്ദേഹം ഏത് വർഷം? 1860. ഓക്കെ ആണല്ലോ. സ്വതന്ത്ര ഇന്ത്യയിൽ എന്ന് കേട്ടാൽ നിങ്ങൾക്കറിയാം 47 നമ്മളിപ്പോ പറഞ്ഞു. 47 നമ്മുടെ RK ഷൺമുഖം ചെട്ടി, അതും പറഞ്ഞു. ഓക്കെ ആണല്ലോ. ഇനി നോക്കൂ, ഇന്ത്യ റിപ്പബ്ലിക് ആകുന്ന എപ്പോഴാണ്? 1950 ആണ്. അതായത് ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം ഇന്ത്യയിൽ ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ചത് ഓക്കെ ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ മലയാളിയായ ജോൺ മത്തായി ആണ്. ആരാണ്? ജോൺ മത്തായി. ഇവിടെ ഞാൻ എഴുതി കാണുന്നുണ്ടാവില്ല, നിങ്ങൾ എഴുതി കൂടുതൽ എഴുതും വലിയ വൃത്തിയൊന്നും ഉണ്ടാവില്ല, കാരണം ഞാൻ നനഞ്ഞു കുളിച്ചിട്ടാണ് എഴുതുന്നത് വേർത്തിട്ട്. അപ്പോ അവിടെ എഴുത്ത് വിടില്ല. അപ്പൊ ജോൺ മത്തായി 1950 അഥവാ റിപ്പബ്ലിക് ആയതിനു ശേഷം. ഇനി ഒരു ചോദ്യമുണ്ട്, അത് നിങ്ങൾ കമന്റ് ചെയ്യുമെന്ന് എന്റെ വിശ്വാസം. 1952 എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പുതിയ ലോകസഭ വന്നതിന് ശേഷം, 50 റിപ്പബ്ലിക്കാണ്, ലോകസഭ വന്നില്ല. ഇന്ത്യൻ ലോക്സഭ ഇന്നത്തെ തെരഞ്ഞെടുപ്പിലൂടെ അല്ലെങ്കിൽ ഇന്ത്യയിൽ പബ്ലിക് ഇലക്ഷൻ നടക്കുന്നു, അത് അവസാനിക്കുന്നു, ഇന്ത്യയിൽ പുതിയ ലോകസഭ വരുന്നു. അപ്പൊ പുതിയ ലോക്സഭ വന്നതിന് ശേഷം, ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോക്സഭ വന്നതിന് ശേഷം ബജറ്റ് അവതരിപ്പിച്ച ആരാണ്? ഇപ്പൊ ജെയിംസ് വിൽസൺ, RK ഷൺമുഖം ചെട്ടി, ജോൺ മത്തായി, ശേഷം ഒരാളുണ്ട്. അത് നിങ്ങൾ കമന്റ് ചെയ്യും. കമന്റ് ബോക്സ് ചെക്ക് ചെയ്ത് ഉറപ്പായിട്ടും കിട്ടും. നമ്മുടെ പിള്ളേർക്ക് അറിയാം, ഞാൻ എത്രയോ തവണ പഠിപ്പിച്ചാണ്. ഇനി മറ്റൊരു ചോദ്യം, ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് ആരാണ്? അത് മറ്റാരുമല്ല, PC മഹലനോബിസ് ആണ്. ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അതാരാണ്? അത് PC മഹലനോബിസ്. അദ്ദേഹത്തെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് GK ക്ലാസ്സിൽ പറയാം കേട്ടോ.
ലോകത്തിൽ ആദ്യമായി നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഏതെന്ന് ചോദ്യം. നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ? ലോകത്തിൽ ആദ്യമായി നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഈജിപ്ത് ആണ് കേട്ടോ. ഈജിപ്ത്. നികുതികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് അല്ല ചങ്ങാതി. അപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് 246A, 269A, 279A പറഞ്ഞില്ലേ GST കൗൺസിലിനെ കുറിച്ചൊക്കെ. അപ്പൊ ഇത് ഏതാണെന്ന് ചോദിച്ചാൽ ഇത് അതൊന്നും അല്ല. ഇത് നികുതിയെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 265. പഠിച്ചു വെച്ചേക്ക്. ആർട്ടിക്കിൾ 265 പഠിക്കണേ. എല്ലാം PYക്ക്. ഇത് മൂന്നും PYക്ക്. കാർബൺ നികുതി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഏതാണ്? കാർബൺ നികുതി ന്യൂസിലാൻഡ് ആണ്. കാർബൺ നികുതി അല്ലെ, കാറിൽ പോകുമ്പോ നമ്മൾ ന്യൂസ് വായിച്ചോ? അങ്ങനെ എന്തേ ആലോചിക്കുക. ലാൻഡിലൂടെയാണ് കാർ പോവുക. കാർബൺ ന്യൂസിലാൻഡ് അല്ലെ. ന്യൂസ് പേപ്പർ കത്തിച്ചു കഴിഞ്ഞാൽ കാർബൺ ആവും. അങ്ങനെ എന്തേ ആലോചിച്ചോ? കാർബൺ ന്യൂസിലാൻഡ്. ഇനി പൊതുകടത്തെ കുറിച്ച് പറയുന്നത് പ്രത്യേകിച്ച് ഞാനത് പറയേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കൂലേ? അപ്പൊ നമ്മൾ പൊതുവരുമാനം പറഞ്ഞു, പൊതു ചെലവും പറഞ്ഞു അല്ലെ. അപ്പൊ വികസന വികസനേതര ചെലവുകൾ, പൊതുവരുമാനത്തെ കുറിച്ച് നമ്മൾ നികുതിയേതര വരുമാനവും പറഞ്ഞു. ഇനി നമുക്ക് ചില കടങ്ങളൊക്കെ ഉണ്ടാവും. ആ കടങ്ങൾ എന്തൊക്കെയാണ്? ആഭ്യന്തര കടം, വിദേശ കടം. അതൊന്ന് വായിച്ചു നോക്കണേ കൂട്ടുകാര്. വിദേശ കടം എന്ന് പറഞ്ഞാൽ നമ്മൾ വിദേശ ഗവൺമെന്റിൽ നിന്നും അന്തർദേശീയ സ്ഥാപനങ്ങൾ, അതായത് വേൾഡ് ബാങ്ക്, IMF എന്നൊക്കെ നമ്മൾ കടമെടുക്കല്ലോ. അതാണ് വിദേശ കടം. നമ്മുടെ അല്ലാത്ത കടങ്ങളും. ഇനി ധനനയം എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു പോയിന്റ് കൂടി ഈ ചാപ്റ്ററിനകത്തുണ്ട്. അതായത് ഫിസ്ക്കൽ പോളിസി. നോക്കൂ, 2 ടേം ഞാൻ ആദ്യം തന്നെ പറയാം. ഇത് മറ്റൊരു എക്കണോമിക്സിന്റെ ക്ലാസ് ഞാൻ വിശദമായിട്ട് പഠിപ്പിക്കും കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്തരം GK ക്ലാസ്സുകൾ, എക്കണോമിക്സ് ഒക്കെ വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. നിങ്ങളുടെ അഭിപ്രായം കൂടി കേൾക്കട്ടെ. അവിടെ ഒരു ചെറിയ ട്രിക്ക് ഞാൻ പറയാം. പണനയം, ധനനയം. നമ്മൾ ബാങ്കിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. നമ്മൾ നിർമ്മല സീതാരാമനെ കുറിച്ചോ KN ബാലഗോപാലിനെ കുറിച്ചോ പണകാര്യ മന്ത്രി എന്ന് പറയാറുണ്ടോ? ഉണ്ടോ? ആരെങ്കിലും നിർമ്മല സീതാരാമൻ പണമന്ത്രി എന്ന് പറയാം? ഇല്ല, ധനകാര്യ മന്ത്രി എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ഇതാ ഈ ഒരു കൺസെപ്റ്റ് ഇപ്പോൾ പഠിക്കുക. ധനനയം, പണനയം. ധനനയം ആര് നടപ്പിലാക്കുന്നു ചോദിച്ചാൽ അത് ഇന്ത്യയിലെ സർക്കാരാണ് നടപ്പിലാക്കുക, ഗവൺമെന്റ് ആണ് നടപ്പിലാക്കുക. എന്ന് വെച്ചാൽ ധനകാര്യ വകുപ്പ് ഇന്ത്യയിലെ സർക്കാരാണ്. എന്ത്? ധനനയം സർക്കാർ, അതായത് ധനകാര്യ വകുപ്പ്. എന്നാൽ പണനയം ആരാണ് പുറത്തുവിടുക? അല്ലെങ്കിൽ പണനയം ആരുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ അത് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. പണം ബാങ്ക് അല്ലേ അടിക്കുക, റിസർവ് ബാങ്ക് ആലോചിക്കുക. പണനയം RBI, ധനനയം അഥവാ ഫിസ്ക്കൽ പോളിസി സർക്കാർ. ഞാനൊന്ന് വായിക്കട്ടെ. പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം. ഇതിനെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കേട്ടോ. അതിനകത്ത് പൊതുകടം മാത്രം ഞാൻ ജസ്റ്റ് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. പൊതുവരുമാനത്തെ കുറിച്ച് പറഞ്ഞു, പൊതുചെലവിനെ കുറിച്ച് പറഞ്ഞു, പൊതുകടം എന്നിവയെ സംബന്ധിച്ച് സമഗ്രമായ നയമാണ് ധനനയം. അപ്പൊ എന്താണ് ധനനയം എന്ന് മനസ്സിലായോ? പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച സമഗ്രമായ സർക്കാർ നയമാണ് ധനനയം. ധനകാര്യ വകുപ്പ് തയ്യാറാക്കുന്നു. അപ്പൊ ആര് തയ്യാറാക്കുന്നു? ധനകാര്യ വകുപ്പ് അഥവാ സർക്കാർ തയ്യാറാക്കുന്ന ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിലൂടെയാണ്. എടാ, നമ്മുടെ രാജ്യത്തെ ധനനയം നടപ്പിലാക്കുക ബജറ്റിലൂടെയാണ്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കട്ടോ. ആരാണ്? ധനകാര്യ വകുപ്പാണ് ധനനയം നടപ്പിലാക്കുക. അപ്പൊ ധനകാര്യ വകുപ്പ് ധനനയം നടപ്പിലാക്കുന്നു. അത് ബജറ്റിലൂടെയാണ് നടപ്പിലാക്കുക. നിലവിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനും ഗവൺമെന്റിന് മാർഗനിർദ്ദേശം നൽകുന്ന ഒരു നയം കൂടിയാണിത്. ധനനയത്തിന്റെ ലക്ഷ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ ചുമ്മാ ഒന്ന് വായിക്കാൻ നിങ്ങൾ കേട്ടു നോക്കുക. സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക, സ്വാഭാവികമായിട്ടും ലക്ഷ്യമായിരിക്കുമല്ലോ. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, കിട്ടും. അധിക ചെലവുകൾ നിയന്ത്രിക്കുക, വരുമാന വിതരണത്തിലെ അസമത്വം ഇല്ലാതാക്കുക. ഇതൊക്കെയാണ് വരുന്നത്. ഇനി ഒരു ചോദ്യം ഇതാണ്: മൂല്യവർദ്ധിത നികുതി അഥവാ വാറ്റ് നടപ്പിലാക്കിയ ആദ്യത്തെ രാജ്യം ഏതാണ്? മൂല്യവർദ്ധിത നികുതി അഥവാ വാറ്റ് നടപ്പിലാക്കിയ ആദ്യത്തെ രാജ്യം നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. ഗ്രാമപഞ്ചായത്തുകളുടെ പ്രധാനപ്പെട്ട നികുതി വരുമാനം ഏതാണ്? അപ്പൊ ഇത് രണ്ടും അറിയില്ലെങ്കിൽ കമന്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഉത്തരം. വാറ്റ് നടപ്പിലാക്കിയ രാജ്യം. ഇല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ അടിച്ചിട്ടാണെങ്കിലും കണ്ടുപിടിക്കണേ. ഗ്രാമപഞ്ചായത്തുകളുടെ പ്രധാനപ്പെട്ട നികുതി വരുമാനം ഏതെന്ന് ഞാൻ പിൻ ചെയ്ത് വെക്കും ഏതെങ്കിലും കമന്റ്. അപ്പൊ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ഇനിയും SCERT 7 ക്ലാസ്സിലെ അടുത്ത ചാപ്റ്ററുകൾ ക്ലാസ്സുമായി വരുന്നതാണ്. മാക്സിമം ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട്, ലൈക്കും കമന്റും ഒക്കെയാണ് നമുക്ക് ക്ലാസ് ചെയ്യാനുള്ള ഊർജ്ജം. അടുത്ത ക്ലാസ് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ. താങ്ക് യു.